ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വിവോ മൊബൈൽസ് ഒരു വ്യത്യസ്തമായിട്ട് വാട്സപ്പിന് ഉപയോഗിക്കുന്നതെന്നും അവരതിലൂടെ കുറേ മെസ്സേജുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമത് അവരൊരു സർവേ നടത്തുകയാണ്. ആ സർവേക്ക് അവർ വാട്സപ്പിലേക്ക് ലാൻഡ് ചെയ്ത് പിന്നെ സർവേയുടെ ലിങ്ക് തന്ന് പിന്നെ നമ്മളെ കൊണ്ട് സർവേ ചെയ്യിപ്പിച്ച് ആ സർവേയിലൊരു മെസ്സേജ് കൂടിയുണ്ട്. അതായത് നമ്മൾ ഫുൾ ടൈം വാട്സപ്പ് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കരുത് എന്നുള്ള കൂടി. പക്ഷേ ഇത് അവർക്ക് നേരെ ഡയറക്റ്റ് ആ ഒരു ആഡ് അവയർനെസ് ആഡായിട്ടോ റൺ ചെയ്തിട്ട് നേരെ അവരെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ. പക്ഷെ എന്തിന് അവർ ഇങ്ങനെ ഇതുപോലെ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട കാര്യം എന്താണ്? അവിടെയാണ് കളികൾ നടക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ആലോചിക്കണം. അപ്പം എനിവേ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണല്ലോ, ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ഡസൻ ഫീൽ ലൈക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. ആ ഒരു സംഭവം തന്നെ ഇവിടെ നടക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്ത് അവർ വാട്സപ്പിലേക്ക് നേരെ റീഡയറക്റ്റ് ചെയ്തു. എന്നിട്ട് അതിലൊരു പ്രീഫിൽഡ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്തു. നേരെ അതിന് റിപ്ലൈ ആയിട്ട് ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് വന്നു. സർവേ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ലിങ്ക് എനിക്ക് വീണ്ടും പിന്നെ തരികയാണ്. അപ്പോൾ അതിലൊരു മെസ്സേജും ഒരു പോസ്റ്ററും കൂടി ഉണ്ട്. 93% പാരൻസ് കുട്ടികളുമായിട്ട് ശരിക്ക് ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതൊരു മെസ്സേജ് കൂടിയാണ്. നമ്മളെ ഒരു ബോധവൽക്കരണം നടത്തുകൂടിയാണ് ചെയ്യുന്നത്. ഈ ഒരു സർവേ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് പെട്ടെന്ന് ഞാൻ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്തതാണിത്. അങ്ങനെ അതിൽ അവർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മൊബൈൽ യൂസേജ് കുറക്കണമെന്ന്. മാക്സിമം ഓട്ടോമേറ്റ് ചെയ്യുക. അതായത് അത്രയധികം സമയം നമ്മൾ വാട്സപ്പിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ സമയം വെറുതെ കളയുന്നത്. അപ്പോൾ ആ സംഭവങ്ങൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. നമ്മൾ വേറെ സിസ്റ്റത്തെ ഏൽപ്പിക്കുന്നു. സ്പീഡ് കൂട്ടുന്നു. തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മൾ എങ്ങനെ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ കോസ്റ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് നോക്കിയിട്ടോ യാതൊരു കാര്യമില്ല. ഒരു കാര്യമില്ല. കാരണം നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ എന്ത് ഇന്നോവേഷൻ കൊണ്ടുവരുന്നു, അത് പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ആയിരിക്കാം, പുതിയ മാർക്കറ്റ് രീതി ആയിരിക്കാം. എന്തിനായാലും ഇന്നോവേറ്റീവ് ആണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന സപ്പോസ് ഇവരെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്നു, ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു, നിങ്ങൾ ജസ്റ്റ് അതിനെ ഏർലി അഡോപ്റ്ററെങ്കിലും ആവുക, അവർക്ക് ശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആളുകളും ആവുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വീഡിയോ കണ്ടതിന് നന്ദി. ഷാഫി ദ വാട്സപ്പ് എക്സ്പെർട്ട്. ബൈ.